പഴയ ടോർച്ച് ട്രൂത്ത് ധാരാളം ഈ പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷെ പുതിയ ആൾക്കാർ ഒത്തിരി പേർ കേൾക്കേണ്ടത് ആവശ്യമല്ല, അത്യാവശ്യമാണ്. ഈ ദിവസം നാം കേൾക്കുന്നത് കടന്നു വന്നാട്ടെ യൂദയുടെ ലേഖനം 65 പുസ്തകം, സെക്കൻഡ് ലാസ്റ്റ് ബുക്ക്. സ്തോത്രം. രണ്ടാമത്തെ അവസാനത്തെ പുസ്തകം, അല്ല രണ്ടാമത്തെ പുസ്തകം. വെളിപ്പാടിന് തൊട്ട് മുൻപ് 66 പുസ്തകത്തിന് തൊട്ട് മുൻപ് യൂദയുടെ ലേഖനം. സ്തോത്രം. യൂദയുടെ ലേഖനം 20 വാക്യം. ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദയുടെ ലേഖനം 20 വാക്യം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. നമുക്കൊരുമിച്ച് വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. 21 വാക്യം പറയുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ദൈവസ്നേഹത്തിൽ വസിക്കുന്ന ദൈവമക്കൾ നല്ലൊരു ആമേൻ പറഞ്ഞ്. യൂദയുടെ ലേഖനം 20-21 വാക്യങ്ങൾ പറയുന്നു, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തി. യെസ്, ബിൽഡപ്പ് യുവർ സെൽഫ് ഓർ എഡിഫൈ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ആത്മീയ വർധന വരുത്തി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ പറയും, ജനിച്ച ഒരു ശിശു വളരുന്നത് പോലെയാണ് ആത്മീയ ജീവിതം. ലൂക്കോസ് 2:40 പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ ഉള്ളിൽ യേശുവുണ്ട്. കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലുണ്ട്. എല്ലാവർക്കും അറിയാം വാക്യം. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദെൻ ഹു ആർ യു? നിങ്ങൾ ആരാണ്? ദൈവം എവിടെ ഇറങ്ങി വസിക്കുന്നു അതിൻ്റെ പേരാണ് ദേവാലയം. നിങ്ങൾ നടക്കുന്ന ചലിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ഓ കമാൺ, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. സ്വർഗത്തിൽ അടങ്ങാത്തവനാണ് ദൈവം. സ്വർഗം ഭൂമിയേക്കാൾ 1,00,000 കോടി അളവിൽ വലുതാണ്. ആ 1,00,000 കോടി വലിയ അളവിലായിരിക്കുന്ന സ്വർഗത്തിൽ അടങ്ങാത്തവനായ ദൈവം, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്നരുളി ചെയ്ത ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന്. അപ്പോൾ ഭൂമിയിൽ ദൈവത്തിനൊരു അഡ്രസ് ഉണ്ടെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, ഭൂമിയിൽ ദൈവത്തിനൊരു വിലാസമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വിലാസമാണ് നിന്റെ വിലാസം. നീ എഴുന്നേൽക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുകയാണ്. നീ നടക്കുമ്പോൾ ദൈവം നടക്കുകയാണ്. നീ അധരം തുറക്കുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്. നീ ഒരാളിൻ്റെ മേൽ കൈവയ്ക്കുമ്പോൾ ആണിപ്പടുത്തുള്ള യേശുവിൻ്റെ കരം വേറൊരു വ്യക്തിയുടെ മേൽ വയ്ക്കുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. വളരെ അത്യാവശ്യമായ കാര്യമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത്. പിള്ളേര് എക്സാം പാസ്സാകണം, ആവശ്യം. വീട് കിട്ടണം, ആവശ്യം. കാർ വേണം, ആവശ്യം. മിനിമം സമൂഹത്തിൽ ജീവിക്കേണ്ടതായിട്ടുള്ള സകല കാര്യങ്ങളിലും ദൈവിക കരുതൽ വെളിപ്പെടണം, അതെല്ലാം ആവശ്യമാണ്. പക്ഷെ ആവശ്യം പറയാനല്ല ഞാൻ വന്നത്. ആവശ്യങ്ങളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറയാനല്ല ഞാൻ വന്നത്. പകരം ആവശ്യത്തെക്കാൾ ഉപരിയായ ഒരു അത്യാവശ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിൽ ഒരു ചോദ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ചിലരൊന്നും മിണ്ടിയില്ല. ഒരിക്കലൂടെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇടതും വലതും ഇരിക്കുന്ന രണ്ടുപേരെടുത്ത് യെസ് അല്ലെങ്കിൽ നോ എന്നൊന്ന് പറഞ്ഞാട്ടെ. എന്ത് ചെയ്തു? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. ഒരാളിനെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്, സ്തോത്രം, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നാണത്. വേദപുസ്തകത്തിൽ പല ചോദ്യങ്ങളുണ്ട്. ആദാമേ നീ എവിടെ? ദാറ്റ് മീൻസ് നിന്റെ പൊസിഷനെ കുറിച്ചുള്ളതായ ഒരു ചോദ്യം. നിന്റെ പൊസിഷൻ എന്താണ്? ആ പൊസിഷൻ, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. പൊസിഷൻ. ആദാമേ നീ എവിടെ? യെസ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ അങ്ങയുടെ പൈതലാണ്, ജീവപുസ്തകത്തിൽ എൻ്റെ പേരെഴുതിയിരിക്കുന്നു.
രണ്ട്, മറ്റൊരു ചോദ്യമാണ് സ്തോത്രം, മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ക്രിസ്തുവിലുള്ളതായ റെവലേഷൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അറിവ്. ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു. രണ്ട്, ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒരിക്കൽ കൂടെ, ഒന്ന്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എഫെസോസ് ആണ് സ്ഥലം. ആ ചോദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, എഫെസോസിൽ പൗലോസ് അപ്പോസ്തലൻ വന്നെത്തി. അവിടെ 12ഓളം വരുന്നതായ യോഹന്നാന്റെ ശിഷ്യന്മാർ സ്തോത്രം പൗലോസിന്റെ മുൻപിൽ കടന്നു വന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവർ പറയുന്നു, പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടേയില്ല. ഉടനെ അപ്പോസ്തലൻ ചോദിക്കുന്നു, then what about your baptism? നിങ്ങളുടെ സ്നാനം എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം മാനസാന്തര സ്നാനം. ഉടനെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ, that means പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എവിടെ കർത്താവ് എന്നുണ്ടോ അവിടെ സ്തോത്രം ഏക ദൈവത്തെ മെൻഷൻ ചെയ്തിരിക്കും. പിതാ, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വരെ സ്നാനപ്പെടുത്തി പൗലോസ് അവിടെ മേൽ കൈവയ്ക്കുമ്പോൾ ആ 12 പേർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇന്നും കേട്ടടി ബോവസം സ്തോത്രം ജിസനം വീണ്ടും മുന്നോട്ട് വന്ന് സ്തോത്രം അതേ ചില കോറസുകൾ അവസാനമായി പാടുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ മിക്കവാറും എല്ലാവരുടെ മേലെ കരങ്ങളെ വെച്ച് ഇന്ന് പകൽ ഒരു നിറവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. സഭ എന്തെന്ന് സമൂഹം തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഇത്. ഒരിക്കലും ചിന്തിക്കരുത് പ്ലാറ്റ്ഫോമിൽ ഞായറാഴ്ച നിൽക്കുന്ന ഏതോ സൂപ്പർ സ്റ്റാർ ദൈവദാസനിലൂടെ മാത്രമാണ് ദൈവശക്തി വ്യാപരിക്കുന്നതിനോ. അന്ത്യകാലത്തിന്റെ ചലനം എന്ന് പറയുന്നത്, അന്ത്യകാലത്തിന്റെ ഉണർവെന്ന് പറയുന്നത് പാസ്റ്റർമാരുടേതല്ല, പ്രാസ്യങ്കന്മാരുടെയല്ല, വിശ്വസിക്കുന്നവരാൽ കർത്താവ് ഈ അടയാളങ്ങൾ ചെയ്യും. തിരുവനന്തപുരത്തിന്റെ തെരുവിൽ നിങ്ങൾ എവിടെയാണോ വാച്ച് ചെയ്യുന്നത്, ആ പട്ടണത്തിന്റെ ഗ്രാമത്തിന്റെ തെരുവിൽ വിശ്വസിക്കുന്നവരിൽ ഭൂതങ്ങൾ വിട്ടുപോകുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നു. സകല വിശ്വാസികളെ ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുന്നു. സോ അതിനു വേണ്ടിയാണ് 5-fold മിനിസ്ട്രി കർത്താവ് നൽകിയിരിക്കുന്നത്. പഞ്ചശുശ്രൂഷയെ ദൈവം തന്നത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ. എഫെസ്യർ 4:11 ഈ 5 ശുശ്രൂഷയെ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് ദശാംശവും സ്തോത്രക്കാഴ്ചയും കറുവപ്പശുവിനെ പോലെ ഊറ്റാൻ വേണ്ടിയല്ല, പകരം ടു എക്വിപ്പ് ദ സെയിന്റ്സ്, സഭയെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്. സോ ഇന്ന് പകൽക്കാലം ഒരു കോച്ചിന്റെ രൂപത്തിൽ ദൈവകൃപയാൽ ഞാൻ നിങ്ങളെ സ്തോത്രം ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കൃപയാൽ നിങ്ങളെ പണിവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുന്നു. നിങ്ങളുടെ ജീവിതം കുറവിന്റെ ജീവിതമല്ല, അത് നിറവിന്റെ ജീവിതമായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ, ജീവിതത്തിൽ, ശുശ്രൂഷയിൽ ചലിക്കുന്നു. അവിടെ പാടും ശൂന്യവും കാണത്തില്ല. അവിടെ കാണുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയായിരിക്കും. വേദപുസ്തകത്തിൽ 1-ാമത്തെ വാക്യം മുതൽ നിങ്ങൾക്ക് അത് കാണുവാൻ ഗുണം കഴിയും. ആദിയിൽ എലോഹീം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാൻ ദൈവം. ആദിയിൽ എലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാടും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ആരോ പറയുന്നു, എൻ്റെ ജീവിതത്തിന്റെ കഥയാണിത്. പാടായി പോയി, ശൂന്യമായി പോയി, ഇരുട്ടായി പോയി, ജീവിതം പാടായിരിക്കുന്നു, കുടുംബം ശൂന്യമായിരിക്കുന്നു, ഭാവി ഇരുളടഞ്ഞിരിക്കുന്നു. എനിക്കൊരു ഗുഡ് ന്യൂസ്, ഒരു നല്ല വർത്തമാനം കർത്താവിന്റെ ഹൃദയത്തിൽ നൽകി നിന്നെ നോക്കി വിളിച്ചു പറയട്ടെ. ആ പാട് നീങ്ങുവാൻ പോകുന്നു, ആ ശൂന്യത ഓടുവാൻ പോകുന്നു, ആ സ്തോത്രം ഇരുള് എവിടെ പോയി എന്നറിവാൻ കഴിയാതെ അത് അപ്രത്യക്ഷമാകുവാൻ പോകുന്നു. എങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ചലിക്കുമ്പോൾ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. എല്ലാം കിട്ടിയാൽ കൈയടിക്കുക, എല്ലാം അനുകൂലമാണെങ്കിൽ കൈയടിക്കാം, എല്ലാം നിറഞ്ഞാൽ കൈയടിക്കാം, സന്തോഷമാണെങ്കിൽ കൈയടിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് ഇക്കിളിയിടാൻ വേണ്ടി ഇറങ്ങി വരത്തില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്ത്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. കമാൺ, ഇന്ന് പകൽക്കാലം ഏത് പെരുവെള്ളത്തിലും, ഏത് തീച്ചുളയിലും, ഏത് ജീവിതത്തിന്റെ താഴ്വരയിലും, എല്ലാ വെല്ലുവിളിയുടെ നടുവിലും ആരാധിക്കാൻ, സ്തുതിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കമാൺ, അങ്ങനെയുള്ളവരുടെ ശബ്ദമുയരട്ടെ.
ഹല്ലേലൂയ. ശൂന്യതകൾ നീങ്ങട്ടെ, പാടുകൾ മാറട്ടെ, ഇരുളുകൾ ഓടിപ്പോകട്ടെ. നോക്കിയ ഈ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഭൂമിയിൽ ശൂന്യതയില്ല, പാടില്ല. മരുഭൂമി എന്ന് പറഞ്ഞാലും അതിന്റെ അടിത്തട്ടിൽ ഏതോ പെട്രോളിയം മിക്സ്, ഏതോ സ്തോത്രം, അതെ, പെട്രോളിയം നിക്ഷേപം ദൈവം വെച്ചിട്ടുണ്ട്. അർത്ഥം പണ്ട് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചത് കൊണ്ടാണ്. സ്തോത്രം, അതെ, വാക്കും ഭാഷണവും കൂടാതെ പ്രകൃതിയും പ്രപഞ്ചവും നിന്നെ നോക്കി പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് ആത്മാവ് അന്ന് ചലിച്ചപ്പോൾ പാടും ശൂന്യതയും ദൈവത്തിന് മാറ്റിയെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ പാടും ശൂന്യതയും എത്രയധികം ദൈവത്തിന് മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ മകൻ പാടല്ല, നിന്റെ മകൾ പാടല്ല, പാടായതൊന്നും നിന്റെ ക്യാമ്പസിൽ കാണുകയില്ല. അത് തെങ്ങാകട്ടെ, മാവാകട്ടെ, പുളിയാകട്ടെ, പാടായതൊന്നും നോവേ നിന്റെ മുൻപിൽ നിൽപ്പാൻ കഴിയത്തില്ല. അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഇല്ലാത്ത ഫലത്തെ നൽകാൻ പോകുന്ന. അർത്ഥം ദൈവം നിന്നെ ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് വിളിച്ചിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നത് കൊണ്ട്. ദൈവത്തിന് ആത്മാവുണ്ടോ? സ്തോത്രം, അത് നഷ്ടത്തിലല്ല, കഷ്ടത്തിലല്ല ജീവിതം. ദൈവത്തിന് ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ വിലാപഗാനം പാടി നിരാശയിലല്ല ജീവിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ സാത്താൻ ഇന്ന് പകൽ പരാജയപ്പെടട്ടെ. ഇത്രയും ആരാധിച്ചു, എന്തോ കിട്ടി. ഇത്രയും സേവിക്കാൻ ഇറങ്ങി, എന്തോ കിട്ടി. ഇത്രയും സ്തോത്രം ദൈവത്തിന് വേണ്ടി എന്തോ കിട്ടി. പന്ന പിശാച, നീ എന്തോ വിചാരിച്ചു? മാന്തബുദ്ധി പിശാച, നിന്റെ തല തകർന്നത് കൊണ്ട് നിനക്കറിയത്തില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിന്റെ അവസാനം ആരംഭത്തേക്കാൾ ഒത്തിരി നല്ലത് 2023 2024 എൻ്റെ നിറവ്, എൻ്റെ മഹത്വം വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. കാരണം ദൈവത്തിന് ആത്മാവ് എന്നിൽ പരിവർത്തിക്കുന്നു. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ താഴോട്ട് അങ്ങനെ പറയുന്ന ഒരു സംഭവമുണ്ട്. കീശിന്റെ മകന് ശൗല്, അവനിൽ നിന്ന് സ്തോത്രം, അതെ, ആ വീട്ടിൽ നിന്ന് കഴുത നഷ്ടപ്പെട്ടു. അന്ന് കഴുത എന്ന് പറഞ്ഞാൽ റോൾസ് റോയ്സിന് തുല്യ, ഏറ്റവും വിലയേറിയ ഒരു കാറാണ്. സ്തോത്രം, അതെ, അതാണ് കഴുത. ഏറ്റവും വിലയേറിയതായ വസ്തുവാണ്. അന്ന് കഴുത നഷ്ടപ്പെട്ടു പോയി. അതുവരെയും കഴുതയുടെ പിന്നാലെ തേടി തേടി നടന്നു. നന്മകളെ തേടി തേടി നടന്ന് ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. പണമാകട്ടെ, സമ്പത്താകട്ടെ, നന്മകളെ തേടി തേടി പോയ ആരോ എന്നെ കേൾക്കുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, ശൗല് നന്മയെ തേടി, എന്നാൽ ദൈവം ശൗലിനെ തേടി. പകൽക്കാലം ദൈവത്തിന് വേണ്ടിയത് നിന്റെ പേഴ്സല്ല, ദൈവത്തിന് വേണ്ടിയത് നിന്നെയാണ്. ദൈവത്തിന് വേണ്ടിയത് നിന്റെ സമ്പാദ്യമല്ല, ദൈവത്തിന് വേണ്ടിയത് നിന്നെയാണ്. തമ്പുരാൻ നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ ഉപയോഗിക്കട്ടെ, ഞാൻ നിന്നെ ഉപയോഗിക്കട്ടെ. നിനക്ക് പോലും അതിശയം തോന്നുമാറ് ആയിരങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ നിന്നെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ആരെയോ നോക്കി പ്രവചനാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു അഭിഷേകം നിന്നെ പിന്തുടരുകയാണ്. ഏതോ ഒരു നിയോഗത്തിന് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിന്റെ ഗോത്രം ഏറ്റവും ചെറുതായിരിക്കാം, ബെന്യാമീൻ ഗോത്രമായിരിക്കാം, നീ ചെറിയവനായിരിക്കാം, നിന്റെ കുടുംബം ചെറുതായിരിക്കാം, ഒരിക്കലും പ്രതീക്ഷിക്കാത്തവനായിരിക്കാം. ഒരു പ്രവാചകന് നിന്നെ നോക്കി ഒരു ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു കാണത്തില്ല എന്ന് വിചാരിച്ച് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ആ ഭാഗത്ത് ദൈവത്തിന് പ്ലാൻ ഇല്ല എന്ന് പറയല്ല. എന്നാൽ നീ ഒരു സർപ്രൈസ് ആകാൻ വേണ്ടി പോകുന്നു. ഒരു അഭിഷേകം നിന്നെ പിന്തുടരുകയാണ്. ഹല്ലേലൂയ. ശമൂവേലിന്റെ മുൻപിൽ അവൻ സ്തോത്രം കയറി ചെന്ന് ശമൂവേലുമായി ശൗല് കണക്ട് ചെയ്ത്. ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ആരോട് ഞാൻ പറയട്ടെ, ഒരു കണക്ഷൻ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. അത് നിന്റെ ലൈഫിനെ ടോട്ടലി മാറ്റുവാൻ പോകുകയാണ്. ഒരു കണക്ഷൻ നിന്റെ ലൈഫിൽ കർത്താവ് തരാൻ വേണ്ടി പോകുന്നു. അത് നിന്റെ ലൈഫിനെ മറക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത ടേണിംഗ് പോയിന്റ് ആകുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ യങ്സ്റ്റേഴ്സിനെ നോക്കി ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വിവാഹം അവണ്ണമായി തീരട്ടെ. മറക്കാൻ കഴിയാത്ത ഒരു ടേണിംഗ് പോയിന്റായി, ടേൺ അറൗണ്ടായി, കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് തന്നെ വ്യത്യാസം വരുത്തുന്ന രീതിയിലെ കണക്ഷനായി തീരട്ടെ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. www.matrimony.com അല്ല, യഹോവ ഈരേ, ദാതാവാം ദൈവ യഹോവ ഈരേ, അവൻ കരുതുന്ന ദൈവമാണ്. നഷ്ടം കണ്ട കുടുംബങ്ങൾ, കഷ്ടം കണ്ട കുടുംബങ്ങൾ, സ്തോത്രം കരുത നഷ്ടപ്പെട്ടു. പക്ഷെ ശമൂവേലുമായി കണക്ട് ചെയ്ത് വേദപുസ്തകം പറയുന്നു, സ്തോത്രം അഭിഷേക തൈലം അവൻ്റെ തലയിൽ അൺഎക്സ്പെക്റ്റഡായി വീണു. സോ വേദപുസ്തകം പറയുന്നു, അഭിഷേകം പ്രാപിക്കേണ്ടത് അവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെയും കഴുത അവനെ തേടി. ഇപ്പോൾ ഇതാ കഴുത അവനെ തേടുകയാണ്. അതുവരെയും കഴുത അവനെ തേടി, എന്നാൽ കഴുത ഇപ്പോൾ അവനെ തേടുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത് ചിട്ടിയല്ല, LIC പ്രീമിയം
വാഹനമല്ല, പ്രോപ്പർട്ടിയല്ല, പണമല്ല, പകരം പരിശുദ്ധാത്മാവ്. ചുമക്കേണ്ടതിനെ നീ ചുമന്നു കഴിഞ്ഞാൽ, പ്രാപിക്കേണ്ടതിനെ നീ പ്രാപിച്ചു കഴിഞ്ഞാൽ, ഓ ഹല്ലേലൂയ, കം ഓൺ, നന്മയും കരുണയും നിന്നെ ഓവർടേക്ക് ചെയ്യും. ഹല്ലേലൂയ. പേഴ്സല്ല നിറയേണ്ടത്, അലമാരയല്ല നിറയേണ്ടത്. പേഴ്സും അലമാരയുമല്ല നിറയേണ്ടത്, ബാങ്ക് അക്കൗണ്ടും പ്രോപ്പർട്ടി ഡീഡുമല്ല നിറയേണ്ടത്. നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കട്ടെ. കമോൺ, നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഈ കുട്ടികളെ നോക്കി ഞാൻ പറയട്ടെ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പാടി തുടങ്ങുന്നതായ സകല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളത് സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ മക്കൾ ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. കാരണം സഭയിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ്, വീട്ടിൽ പരിശുദ്ധാത്മാവ് വേണം. അതേ, സഭയിൽ വന്ന മറുഭാഷയും വീട്ടിൽ പോയി മറ്റേ ഭാഷയും പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഒരിക്കൽ കൂടെ, സഭയിൽ വന്ന് മറുഭാഷ പറയുന്നെങ്കിൽ അതേ അഭിഷേകം, സ്തോത്രം, വീട്ടിലും വെളിപ്പെടട്ടെ. പത്തനാപുരത്തെ 2 അപ്പച്ചന്മാർ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്നു. ജ്യേഷ്ഠാനുജന്മാരാണ്. രാവിലെ 4 മണിയാകുമ്പോൾ സ്തോത്രം 2 പേർ എഴുന്നേൽക്കും. രാവിലെ 4 മണി നമ്മൾ കണ്ടിട്ട് വർഷങ്ങളായി. രാവിലെ 4 മണിയാകുമ്പോൾ സ്തോത്രം, അതെ, 2 പേര് എഴുന്നേൽക്കും. എന്നിട്ട് ആരാധിച്ചു തുടങ്ങും, പാട്ടുകൾ പാടി ആരാധിക്കും. അല്പസമയം കഴിയുമ്പോൾ ആ മലയാളത്തിൻ്റെ പാട്ട് അന്യഭാഷയുടെ പാട്ടായി തീരും. ഇന്ന് പകൽ, ഓ ലോർഡ് കർത്താവേ, ഞങ്ങളെ പാട്ട് അങ്ങനെ ഒന്ന് ആക്കി തന്നെങ്കിൽ എത്ര നന്നായി. കമാൻ, അന്യഭാഷകൾ പാടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഏറ്റവും നല്ല പാട്ടുകാരൻ അങ്ങേതലെ സ്റ്റുഡിയോയിലല്ല, നിന്റെ ഹൃദയത്തിനുള്ളിലാണ്. അവൻ ഏറ്റവും നല്ല പാട്ടുകാരനാണ്. സഹോദരന്മാർ, സ്തോത്രാപ്പച്ചന്മാർ, അവർ പാടി തുടങ്ങും. മലയാളത്തിൻ്റെ പാട്ട് അന്യഭാഷയുടെ പാട്ടായി തീരും. അല്പസമയം മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ അന്യഭാഷ പറയും, മറ്റേയാൾ വ്യാഖ്യാനിക്കും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം, മറ്റേയാൾ അന്യഭാഷ പറയും. ആദ്യം അന്യഭാഷ പറഞ്ഞയാൾ അത് വ്യാഖ്യാനിക്കും. വീട്ടിലാണത് നടക്കുന്നത്. ദേശം അത് കേൾക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കൊളുത്തിവെച്ച കതിർവിളക്ക് പോലെ നിന്റെ വീട്ടിൽ അണയ്ക്കാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിന്റെ ജ്വലനം, അണയ്ക്കാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിന്റെ ജ്വലനം ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. സകല പോരുകൾ വിട്ടുപോകട്ടെ. ഇച്ഛകൾ പോലെ വന്നിരിക്കുന്ന രോഗക്കെട്ടുകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ബലഹീനതകൾ നിങ്ങൾ പോകട്ടെ. ആത്മാവിന്റെ ജ്വലനം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ്, സ്തോത്രം, ജീവിതത്തിന്റെ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഒരു മന്ത്രത്തിനും തന്ത്രത്തിനും കെട്ടി നിർത്തുവാൻ കഴിയാത്ത ജയ ജീവിതമായി മുന്നേറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിറവ്. ഏതൊക്കെ മേഖലകൾ ബ്രേക്ക് ത്രൂ, വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്. കാരണം വേദപുസ്തകം പറയുന്നു, wherever the spirit of God there is liberty. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അർത്ഥം, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഇന്ന് പകൽ എല്ലാ ജയിലുകളും പൊളിഞ്ഞു തന്നെ ആകണം. ഹേ, ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്തോത്രം വിടുതലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വീട്ടിലുണ്ട്. അർത്ഥം, സ്തോത്രം, സകല ജയിലുകളും പൊളിയട്ടെ. 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ ബ്രദർ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ ഒരു സൂപ്പർ നാച്ചുറൽ ഫിനോമിന, ഒരു പ്രകൃത്യാതീതമായ ഒരു വൻ കാര്യം ആ വ്യക്തിയിൽ വെളിപ്പെടും. അതാണ് ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് വായു സംസാരിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് അന്യഭാഷകൾ സംസാരിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് നാച്ചുറൽ ബട്ട് സൂപ്പർ നാച്ചുറൽ. അതുവരെ പ്രകൃത്യാതീതമായ കാര്യമത്രേ. ഈ പുസ്തകം നിറയെ സൂപ്പർ നാച്ചുറൽ ആണ്. ഓ കമാൻ, ഈ പുസ്തകം നിറയെ 5 പോയിന്റ്, 7 പോയിന്റ്, 10 പോയിന്റ്, നോ പോയിന്റ് തള്ളുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഈ പുസ്തകം നിറയെ സൂപ്പർ നാച്ചുറൽ ആണ്. ഒരു റാ മെറ്റീരിയൽ ഇല്ലാതിരിക്കെ വാക്കുകൊണ്ട് സകലതിനെ ദൈവം സൃഷ്ടിച്ചു. സൂപ്പർ നാച്ചുറൽ ആണ്. മഴ പെയ്യാത്ത നാളിൽ ഒരുവനോട് പറയുന്നു, സ്തോത്രം, ഒരാർക്കുണ്ടാക്കും, ഒരു കപ്പലുണ്ടാക്കും. ആദ്യത്തെ കപ്പൽ, സ്തോത്രം, അതെ, നോഹ ആ പെട്ടകമുണ്ടാക്കി. സ്തോത്രം, അവനെ മാത്രം ദൈവം രക്ഷിച്ചു. സൂപ്പർ നാച്ചുറൽ ആണ്. മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തവന് രാജ്യങ്ങളെ പിതാവാക്കി. സൂപ്പർ നാച്ചുറൽ ആണ്. വേറെ എല്ലാവന്റെ വയലും വാതിലും അടഞ്ഞു കിടക്കുമ്പോൾ ഒരുത്തൻ മാത്രം വട്ടനെ പോലെ എഴുന്നേറ്റ് വിതച്ചു. അവന് 100 മേനി കൊയ്ത്തുണ്ടായി. സൂപ്പർ നാച്ചുറൽ ആണ്.
ഹല്ലേലൂയ. ഒരാട്ടിൻകുട്ടി അർദ്ധരാത്രി വലിയൊരു സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞു. 3000 വർഷം നീണ്ടു നിന്ന മഹാസാമ്രാജ്യത്തെ ഒരു ദിവസം ഒരു ആട്ടിൻകുട്ടി തകർത്ത് കളഞ്ഞു. സ്തോത്രം. എന്നിട്ട് ആ 30 ലക്ഷം ജനം പുറത്തു വന്നു. സൂപ്പർ നാച്ചുറൽ ആണ്. എത്രയോ വർഷം മുമ്പ് ഉണങ്ങിയ ഒരു ചെറിയൊരു വടിയെടുത്ത് ഒരു വീക്കൻ സ്തോത്രം കടലിന് നേരെ നീട്ടിയപ്പോൾ ഇതാ ഹൈവേ തുറന്നു വന്നു. സൂപ്പർ നാച്ചുറൽ ആണ്. സൂപ്പർ നാച്ചുറൽ. സഭ നാച്ചുറൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക്, നാച്ചുറൽ മോഡിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക് ഇന്ന് പകൽ എന്താ തിരിയട്ടെ. ഒരുവൻ രാവിലെ വന്ന് രാജാവിന്റെ മുൻപിൽ നിന്നു. ആ രാജാവിന് കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, സിംഹാസനമുണ്ട്. ഇവനാണെങ്കിൽ ഒന്നുമില്ല, കിരീടമില്ല, ചെങ്കോലില്ല, സിംഹാസനമില്ല. പക്ഷെ വായിൽ പ്രവചന ദൂതുണ്ട്. ഈ പട്ടണത്തിൽ പ്രവചന ദൂതുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ആയിരിക്കും പട്ടണത്തെ നിയന്ത്രിക്കുന്നത്. ഓ കമാൻ, നീ പറയുന്നതായിരിക്കും ദേശത്തിൽ സംഭവിക്കുന്നത്. ഏറ്റെടുക്കണം, ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. Unless I say there won't be any rain or dew over this land. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ക്ലൈമറ്റ് മാറി. സൂപ്പർ നാച്ചുറൽ. ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ ക്ലൈമറ്റ് മാറി. മറ്റൊരു മനുഷ്യൻ പറഞ്ഞു സൂര്യാദി ആയിരോലിടും, ചന്ദ്രാദി ഗിബയോൻ താഴ്വരയിൽ നിൽക്കുക. യെസ്, സൗരയുഗം ലോക്ക്ഡൗൺ ആയി. സൂപ്പർ നാച്ചുറൽ. ഓ കമാൺ, സൺഡേ സ്കൂൾ സ്റ്റോറി അല്ല ഞാൻ പറയുന്നത്. ആത്മനിർഭരമുള്ള ആരുടെയോ അധരത്തിൽ ഇന്നാളുകൾ അതുപോലെയുള്ള ചില ദൂതുകളെ ദൈവം തരാൻ പോകുന്നു. ഏറ്റെടുക്കണം. നീ പറയുന്ന ഒരക്ഷരം പോലും നിലത്തി വീഴുവാൻ ദൈവം സമ്മതിക്കയില്ല. നീ പറയുന്നത് കർത്താവ് ഈ ദിവസം സാധിപ്പിക്കാൻ പോകുന്നു. We believe of God. We believe of God. ഓ ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ് യെസ് യെസ്. നിറവിന്റെ പകൽ, നിറവിന്റെ പകൽ. കരങ്ങളെ അടിക്ക്. ആരാ? യേശുവിന്റെ നാമത്തിൽ ആരുടെയോ മോഡ്, ആരുടെയോ തലം ഇന്ന് പകൽ തിരിവാൻ പോകുകയാണ്. ഞാൻ ആ ലിസ്റ്റ് വീണ്ടും പറയട്ടെ. ഒരു ദൈവദാസനെ പിടിപ്പാനായി മഹാരാജ്യത്തിന്റെ വലിയൊരു സൈന്യം വരികയാണ്. പക്ഷെ ആ ദൈവദാസന സൈന്യത്തെ നോക്കി പറഞ്ഞു, കർത്താവേ ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ. ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ തുറക്കുന്നു. അതേ സമയത്ത് ശത്രുവിന്റെ കണ്ണുകൾ അടയുകയും ചെയ്യുന്നു. അടയേണ്ടത് അടയട്ടെ, തുറക്കേണ്ടത് തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദൂത് നിന്നെ പിന്തുടരുന്നവർക്ക് നിന്നെ പിടിപ്പാൻ കഴിയത്തില്ല. നിന്നെ പിന്തുടരുന്നവർക്ക് നിന്നെ പിടിപ്പാൻ കഴിയത്തില്ല. ഞാൻ പ്രവചിച്ചു പറയുന്നു, there is going to be confusion in the camp of the enemy. ശത്രുവിന്റെ പാളയത്തിൽ confusion ഈ 21-ാം തീയതി സംഭവിക്കുന്നു. Because the Holy Spirit is in charge. Manto lakoni hibo shamsajna. ബൈബിൾ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ. ഒരു ചെറുക്കൻ ഒരു കല്ലിനെ മുന്നോട്ടെറിഞ്ഞു. ഫിസിക്സ് ടീച്ചർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മല്ലൻ പിന്നോട്ട് വീഴണമായിരുന്നു. എന്നാൽ ഫിസിക്സ് തോറ്റു, കർത്താവ് ജയിച്ചു. മല്ലൻ മുന്നോട്ട് വീണു. ചെറുക്കൻ മല്ലന്റെ തലയെ വെട്ടിയെടുത്തു. അതൊരു തുടക്കമായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് വേറൊരു പ്രസംഗം. ആ സ്തുതിച്ചവന്റെ കാലഘട്ടത്തിൽ മുഴുവൻ മല്ലന്മാരെയും മുഴുവൻ നെഫ്ലീംസിനെയും അവൻ കൊന്നുകളഞ്ഞു. സ്തുതിക്കുന്നവൻ ജയിക്കുന്നവനായിരിക്കും. സ്തുതിച്ചവൻ പറഞ്ഞു, എന്റെ കാലഘട്ടത്തിൽ ഇനി എനിക്ക് കൊല്ലാൻ മല്ലന്മാർ ഇല്ലല്ലോ. ഓ കമാൺ, എന്റെ കാലഘട്ടത്തിൽ ഇനി എനിക്ക് കൊല്ലാൻ മല്ലന്മാർ ഇല്ലല്ലോ. അലക്സാണ്ടർ പറഞ്ഞു, എനിക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ഇനി സ്ഥലങ്ങൾ ഇല്ലല്ലോ. അർത്ഥം രാജാവിന്റെ നിയോഗം നിന്റെ മേൽ വന്നാൽ നീ പറയും, എന്റെ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ സകല മല്ലന്മാരും വീണ് തന്നെ ആകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ. 100 എക്സാമ്പിൾ പുതിയ നിയമത്തിലും പറയാൻ കഴിയും. ഒരു മീൻപിടുത്തക്കാരൻ, സ്തോത്രം, അതെ
തെരുവിലൂടെ, യെരുശലേമിൻ്റെ തെരുവിലൂടെ നടക്കുക. പണ്ടാണെങ്കിൽ നടന്ന മീൻനാറ്റമാണ്, അകന്നേ ജനം നടക്കത്തുള്ളൂ. ഇപ്പോൾ ജനം ചേർന്ന് കിടക്കാൻ ആഗ്രഹിച്ചു, കാരണം അവനൊരു നിഴലുണ്ട്. കമോൺ, നിന്നെ കണ്ടാൽ അകന്ന് നടക്കുന്ന ബന്ധുക്കളുണ്ടല്ലോ, ഈ ദിവസങ്ങളിൽ ചേർന്ന് വരുവാൻ വേണ്ടി പോകുക. അഭിഷേകം നിന്നെ മാനിക്കാൻ പോവാ, ഏറ്റെടുക്കണം. അഭിഷേകം നിന്നെ മാനിക്കാൻ പോവാ. ഒരുത്തന്റെ നിഴലാണ്. എന്നാൽ വേറൊരു അപ്പോസ്തലൻ, സ്തോത്രം, അതെ, ശിഷ്യന്മാരെ 4 ഫാൻസിനെ നിർത്തിച്ചിട്ട് നിങ്ങൾ ടോർച്ച് ദൂരെ നിന്ന് നീട്ടി അടിക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ വേറൊരുത്തന്റെ കാർബൺ കോപ്പിയാകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ നിയോഗം മാറ്റൊന്ന. നിയോഗം ഒരിക്കലും മിമിക്രി അല്ല. ഓ, കേട്ടില്ല. നിയോഗം ഒരിക്കലും മിമിക്രി അല്ല. നീ വേറെ ആരെയും കണ്ടു പഠിക്കത്തില്ല. ഞാൻ ആവർത്തിക്കുന്നു, നീ വേറെ ആരെയും കണ്ടു പഠിക്കത്തില്ല. അത് കൊളംബിയൻ ആയാലും ശരി, അത് കൊറിയൻ ആണെങ്കിലും ശരി, നിന്നെ കണ്ടേ മറ്റുള്ളവരെ പഠിക്കത്തുള്ളൂ. പത്രോസിന് നിഴലിലായിരുന്നു ശക്തിയെങ്കിൽ പൗലോസിന് റൂമാലായിരുന്നു ശക്തി. സൂപ്പർ നാച്ചുറലാണ് ഞാൻ പറയുന്നത്. ആ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് ചെന്നിടുമ്പോൾ, സ്തോത്രം, വേദപുസ്തകം പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് മിറക്കിൾസ്, വലിയ വീരപ്രവൃത്തികൾ ഉണ്ടായി. വേദപുസ്തകത്തിൽ മുഴുവൻ, സ്തോത്രം, സൂപ്പർ നാച്ചുറൽ. ആ രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്നതായ, അല്ലെങ്കിൽ രാഷ്ട്രീയ തടവുകാരെ നാടുകടത്തുന്ന ആ ദ്വീപിൽ നിന്ന് ഒറ്റ എണ്ണം പോലും പുറത്തു വന്നിട്ടില്ല. എല്ലാവൻ്റെയും ആസ്തി അവിടെ ദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുവൻ പറയുന്നു, എൻ്റെ മുമ്പേ പോയ അണ്ണന്മാരും അച്ചാച്ചന്മാരും തോറ്റെടുത്ത് എനിക്ക് വെളിപ്പാടിൻ്റെ ഒരു കലവറയുണ്ട്. യെസ്, നിനക്ക് മുൻപേ പോയവർ ഇടേറിയ സ്ഥാനത്ത്, നിനക്ക് മുൻപേ പോയവർ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്റെ പേരിൽ എൻ്റെ ദൈവം ഒരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ നിറവിൽ നീയാകുമ്പോൾ നാച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക് നിന്റെ മോഡ് മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ആരുടെയും മോഡിനെ ദൈവം മാറ്റുന്നു. ആരുടെയും മോഡിനെ ലാമ്പിൽ നിന്ന് ലയണിലേക്ക്, കുഞ്ഞാടിൽ നിന്ന് സിംഹത്തിലേക്ക്, ഹലോ, കുഞ്ഞാടിൽ നിന്ന് സിംഹത്തിലേക്ക്, ലാംബ് മോഡിൽ നിന്ന് ലയൺ മോഡിലേക്ക് കർത്താവ് നിന്നെ മാറ്റുന്നു. ബിക്കോസ് ഓഫ് ദ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്വകരങ്ങൾ അടിച്ച് അന്യഭാഷ പറയുന്നെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, അന്യഭാഷ പറയുന്നെങ്കിൽ ലാസ് വേഗസിലെ ഏറ്റവും വലിയ ജാക്ക്പോട്ട് ലോട്ടറിയല്ല നിനക്ക് കിട്ടിയിരിക്കുന്നത്. ലോകത്തിലുള്ള സകല സമ്പാദ്യങ്ങളെക്കാൾ ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ സ്വർഗീയമായ പ്രതിഭാസം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു. അപ്പനോട് സംസാരിപ്പാൻ അപ്പന് മാത്രം മനസ്സിലാക്കുന്ന സ്വർഗീയ ഭാഷ നിന്റെ നാവിൽ ദൈവം നൽകിയിരിക്കുകയാണ്. കമാൺ, ധൈര്യമായി 30 സെക്കൻഡ് ഒന്ന് സംസാരിച്ച്. കമാൺ, ഉയരട്ടെ. പേര് വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ആ ഓൺലൈൻ ആയിരിക്കുന്നവനും പേര് വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. Jumam Rabansin Tiniandolina Makuri Andara Ramasham Dolias Jamana Hamba Prabesha Tuliniandara Robokoniasi. വലിയ വിളിയുള്ളവർ, ഉന്നതമായ തെരഞ്ഞെടുപ്പുള്ളവർ ഈ സെക്കൻഡ് സർവീസിനുണ്ട്. ഒരു 3 പേരെ തൊട്ട് പറഞ്ഞു, വലിയ നിയോഗം നമ്മുടെ മേലുണ്ട്. പറഞ്ഞു Here we are, Holy Spirit. Use us for your glory. അങ്ങയുടെ മഹത്വത്തിന് ഉപയോഗിക്കണമേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. മീനിങ്, നീ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. എല്ലാ മിറക്കിളിനും പുസ്തകം പറയുന്നു 2 പാർട്ടുണ്ട്. ഒന്ന്, നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ.
ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. പെട്ടകം ഉണ്ടാക്ക, വെള്ളപ്പൊക്കത്തെ ജയിക്കും. വാടിയ നീട്ട്, കടൽ വിഭാഗിക്കപ്പെടും. പെട്ടകം ചുമന്ന കാല് വയ്ക്ക്, യോർദാൻ പിരിയും. എല്ലാ മിറക്കലും നോക്കിയേ. ഞങ്ങളെ നോക്ക്, അപ്പോസ്തലന്മാർ പറയുക. ഭിക്ഷക്കാരൻ നോക്കി, വെള്ളിയും പൊന്നും എനിക്കില്ല, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അർത്ഥം എല്ലാ മിറക്കലിലും നീ ചെയ്യേണ്ടതും നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. നീ ചെയ്യേണ്ടത് നീ ചെയ്യുന്നു. നീ ചെയ്യേണ്ടത് നീ ചെയ്യണം. അതാണ് നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം പറഞ്ഞാട്ടെ? കേട്ടില്ല, ഒരിക്കൽ കൂടെ ശക്തിയോടെ. രണ്ട് തരത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം 13 വാക്യം. ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ഞാൻ ആത്മാവിലും പാടും. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും. സോ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. നിങ്ങൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ലോക്കൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അറിയാവുന്ന ഭാഷകൾ പ്രാർത്ഥിക്കുന്നു. ഏതാണോ നിന്റെ മദർ ടങ്ക്, ഏതാണോ നിന്റെ മാതൃഭാഷ, ആ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണ് നിന്റെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന. എന്നാൽ സ്തോത്രം, ആത്മാവിന്റെ പ്രാർത്ഥന. ആത്മാവിന്റെ പ്രാർത്ഥനയാക്കുമ്പോൾ ബുദ്ധി ഓഫ് ആകുന്നു, ആത്മാവ് ഓണാകുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതൃഭാഷയിലല്ല നീ പ്രാർത്ഥിക്കുന്നത്, പിതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഒരു ടൊർണാഡോ പോലെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താം. ഞാൻ ആവർത്തിക്കട്ടെ, ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കൊടുങ്കാറ്റായി നിൽപ്പാൻ, ഈ തലമുറയിൽ ദൈവാത്മാവിന്റെ ഒരു സുനാമിയായി ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പിതൃഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ, പിതാവിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് ആ 2 പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്വന്തം കരങ്ങളെ സ്തോത്രം തലവേൽ വെച്ച് പറഞ്ഞാട്ടെ, കർത്താവേ, ഈ തലമുറയിൽ അങ്ങയ്ക്കായി ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു സുനാമി പോലെ. വീണ്ടും പറഞ്ഞ എങ്ങനെയാണ്? ഒരു സുനാമി പോലെ. വീണ്ടും ഒരിക്കൽ കൂടെ, ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു സുനാമി പോലെ അവിടെ തന്നെ പ്രയോജനപ്പെടുത്തണമേ. നല്ലൊരാമയും കേൾക്കട്ടെ. അതാണ് എനിക്ക് കാണേണ്ടതായ ചിത്രം. ഇന്ന് കേരളത്തിൽ നടക്കുന്നതല്ല, ഇന്ന് എവിടെയെങ്കിലും കാണുന്നത് പോലെയല്ല. ഇതുവരെ കണ്ടിട്ടേ ഇല്ല, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതാണ് കർത്താപ്പച്ചൻ പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റം വരെ പ്രസംഗിക്കപ്പെടും. അതിൽ സൗദി അറേബ്യ ഉണ്ട്, അതിൽ നോർത്ത് കൊറിയ ഉണ്ട്. ഈ തലമുറയിൽ ഒരു പ്രദേശത്തിന്, ഒരു രാജ്യത്തിനും അടഞ്ഞു കിടക്കാൻ പറ്റത്തില്ല. എടാ, സുനാമി കയറി വന്നാൽ ആർക്കാ ഡാം കെട്ടാൻ പറ്റുന്നത്? കൊടുങ്കാറ്റ് വരെ ആർക്കാ മതില് കെട്ടാൻ തോന്നുന്നത്? യേശുവിന്റെ നാമത്തിൽ ഒരു ഇസങ്ങൾക്കും ഒരു സിസങ്ങൾക്കും തടുക്കുവാൻ കഴിയാത്ത തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഈ ഭൂമിയിൽ വെളിപ്പെടുക. അതിനായി നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ സ്പിരിച്വൽ എഡിഫിക്കേഷൻ, ബിൽഡപ്പ് യുവർസെൽഫ്, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. 2 ടേമാണ് അതിലൂടെ എഴുതിയിരിക്കുന്നത്. ബിൽഡപ്പ്, ദാറ്റ് മീൻസ് ബിൽഡിംഗ് അപ്പ്. ഒരു കെട്ടിടത്തെ പണിയുന്നത് പോലെ മനസ്സിലാക്കണം. അന്യഭാഷ പറയുമ്പോൾ സംഭവിക്കുന്നത് നിന്റെ പെട്ടിക്കടയിൽ നിന്ന് ഒരു ലുലുമാൾ പണിയുന്നത് പോലെ. അതിനകത്ത് എല്ലാം ഉണ്ട്, ആ മോളിനകത്ത് എല്ലാം ഉണ്ടെന്ന്, അതിനകത്തെല്ലാം ഉണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവാചകനാകുന്ന ഞാൻ നിന്റെ എല്ലാ കുറവുകളെ ക്യാൻസൽ ചെയ്യുന്നു. ആരുടെ മുൻപിൽ നീ കൈ നീട്ടുവാൻ തമ്പുരാൻ ഈ സെഷൻ മുതൽ അനുവദിക്കയില്ല. നീ സെൽഫ് സഫീഷ്യന്റ് ആണ്, സെൽഫ് സപ്പോർട്ടഡ് ആണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞ് പണി നിർത്തിക്കളയല്ലേ, പെട്ടെന്ന് പറഞ്ഞേ. സ്തോത്രം പറഞ്ഞ് ചുമ്മാ ഉഴപ്പിയിരിക്കല്ല, അന്യഭാഷ പറഞ്ഞിരിക്കണം. കണ്ണടച്ചാനെ അന്യഭാഷ പറയാൻ പറ്റുമെന്നൊന്നും പുസ്തകം പറയുന്നില്ല. ഞങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ മണിക്കൂറോളം അന്യഭാഷ പറയുക, ഡ്രൈവ് ചെയ്യുമ്പോൾ മണിക്കൂറോളം അന്യഭാഷ പറയുന്നതാണ്. അപ്പോൾ കണ്ണടച്ച് അന്യഭാഷ പറഞ്ഞെങ്കിൽ ഈ ഒറ്റ പീസായി ഇരിക്കത്തില്ലല്ലോ. കമാ ടോക്ക് ടു മീ.
കണ്ണടച്ചേ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണടച്ച് അന്യഭാഷ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒറ്റ പീസായി ഇരിക്കത്തില്ലായിരുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കണ്ണിന് കാണുന്നതും ചെവി കേൾക്കുന്നതും അല്ല കൺട്രോൾ ചെയ്യുന്ന, അകത്തിരിക്കുന്ന കുറച്ച് മാതൃഭാഷ പറ, കൂടുതൽ നേരം പിതാവിന്റെ ഭാഷ പറ. നിന്റെ ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റ് വരെ കുറച്ച് മാതൃഭാഷ, അധികം പിതാവിന്റെ ഭാഷ. അങ്ങനെയെങ്കിൽ നീ ഒരു ചരിത്ര പുരുഷനായിരിക്കും, നീ ഒരു ചരിത്ര സ്ത്രീ ആയിരിക്കും. അടുത്ത ജൂൺ മാസം 21-ാം തീയതി അല്ലെങ്കിൽ ജൂലൈ 21-ാം തീയതി 6 മാസം കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ട് എന്റെ മുൻപിൽ വന്നാൽ ഇന്നും നടക്കുന്ന നീ നാളെ ഓടുന്നവനായിരിക്കും. ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. പറയണം, വോളിയം കൂട്ടി പറയണം. കമാൺ, തീ നാവുകൾ ചലിക്കണം, അഗ്നി നാവുകൾ ചലിക്കണം. നീ കോട്ടുവായി ഇടുമ്പോ പോലെ ദേശാധിപതി വിറയ്ക്കുന്ന ഒരു ആത്മതലത്തിലേക്ക് ദൈവകൃപയാൽ ഉയരണം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി ബിൽഡപ്പ് യുവർസെൽഫ്. രണ്ടാമതായി വേദപുസ്തകം പറയുന്നു സ്തോത്രം ചാർജ് ഇൻ ദ ബാറ്ററി. എൻ്റെ സ്തോത്രം മറ്റൊരു പദമാണ് ചാർജ് ഇൻ ദ ബാറ്ററി. അന്യഭാഷ പറയുമ്പോൾ ചാർജ് ലഭിക്കുകയാണ്. പ്രസംഗിക്കണമെങ്കിൽ ഒരു ചാർജ് വേണം, പ്രവചിക്കണമെങ്കിൽ ചാർജ് വേണം. ഭൂതത്തെ ഇന്റർവ്യൂ ചെയ്യാനല്ല, ഭൂതത്തെ പുറത്താക്കാൻ. കമാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പലരും ഭൂതത്തെ ഇന്റർവ്യൂ ചെയ്യുക. യേശു കർത്താവ് അപ്പോസ്തലന്മാരെ വിട്ടത് ഭൂതത്തെ ഇന്റർവ്യൂ ചെയ്യാനല്ല, അതിനെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കാനാ. ഏറ്റെടുക്ക സഭയെ, ഭൂതത്തെ പുറത്താക്കാൻ ഒരു ചാർജ് വേണം. ക്യാൻസറിൽ നിന്ന് ജനത്തെ വിടിവിപ്പാൻ ഒരു ചാർജ് വേണം. മരണകരമായ രോഗത്തിന്റെ കെട്ടിൽ കിടന്ന് പിടയുന്നതിന് ഇന്ന് പകരം കൈവച്ച് ജീവന്റെ പുതുക്കത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഒരു നിയോഗം വേണം. അതിനായി അന്യഭാഷകളിൽ ജനം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ തന്നെ നീ പണിയുകയാണ്. പകൽക്കാലം പെട്ടിക്കടകളിൽ നിന്ന് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയി സകലതും പണിത് കയറട്ടെ. പെട്ടിക്കടകളെ ഇന്ന് പകൽ പൊളിച്ചു കളയുന്നു ഒരു ബുൾഡോസറിന്റെ രൂപത്തിൽ. സ്തോത്രം, പരിശുദ്ധാത്മാവിനെ അയച്ച് ഇന്ന് പകൽ പെട്ടിക്കടകളെ പൊളിച്ചു കളഞ്ഞിട്ട് വലുതും ചെറുതും വിദ്യാഭ്യാസം ഉള്ളത് ഇല്ലാത്തതും എല്ലാറ്റിൽ നിന്ന് കോംപ്ലക്സുകൾ ഉയരട്ടെ. സ്പിരിച്വൽ കോംപ്ലക്സുകൾ. യെസ് യെസ് യെസ്. അതിൽ വെളിപ്പാടുണ്ട്, അതിൽ രോഗശാന്തിയുണ്ട്, അതിൽ വിവേചനമുണ്ട്, അതിൽ ഭൂതങ്ങളെ മേലുള്ള അധികാരമുണ്ട്, അത് വചനത്തിന്റെ വെളിപ്പാടുണ്ട്, ദൈവകൃപയുടെ നിറവുണ്ട്. കമാൺ, എന്താണോ ഞാൻ വിട്ടുകളഞ്ഞത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കമാൺ, ഏറ്റെടുത്തേ. പറമക്കളെ, ശബ്ദമുയർത്തി. യെസ്. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത് പറ, ഒരു കുറവും നമുക്ക് വേണ്ട. പറഞ്ഞാട്. അങ്ങനെ അല്ലല്ലോ ഹൈഫൈ. അങ്ങനെ തട്ടാൽ കൊതുക് പോലും പോകത്തില്ല. ഒരിക്കൽ കൂടെ നന്നായിട്ട് പറ, നന്നായി ഹൈഫൈ കൊടുത്ത് പറ, ഒരു കുറവും നമുക്ക് വേണ്ട. ഇന്നലെ പാസ്റ്റർ റോബൻ നിറോണ് പറഞ്ഞ ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ 1/2 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് എഴുതുമെന്ന് എല്ലാവരും കേട്ടിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കത് വേണം. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്കത് തരികയാണ്. ഇന്നത് പറയുക, പ്രാപിച്ചോളാം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കുറച്ച് മാതൃഭാഷ, അധികം പിതാവിൻ്റെ ഭാഷ, സൈക്കിളിൽ അന്യഭാഷ, സ്റ്റാർട്ടിങ് ട്രബിളുള്ള ബൈക്ക് ചവിട്ടുമ്പോൾ അന്യഭാഷ, മിക്സി ഓൺ ചെയ്യുമ്പോൾ അന്യഭാഷ, കുളിക്കുമ്പോൾ അന്യഭാഷ, കോൾഗേറ്റിൽ ബ്രഷ് ചെയ്യുമ്പോൾ അന്യഭാഷ. ചില മിണ്ടിയില്ല, ക്ലോസപ്പ് ആയിരിക്കും. സ്തോത്രം. അതെ, എപ്പോഴും അന്യഭാഷ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ അന്യഭാഷ,
കാറിൽ അന്യഭാഷ, ഓഫീസിൽ എത്തുമ്പോൾ അന്യഭാഷ. സ്തോത്രം. മറ്റുള്ളവർ ഗുഡ് മോർണിംഗ് പറയട്ടെ, നിന്റെ അകത്ത് അന്യഭാഷ. ഒരു കാര്യം കേൾക്കുമ്പോൾ അന്യഭാഷ. യെസ് 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 സെംഭാന റഘുനിയാസി ലഗജഗദരന മൗഷാന്തുലിനിയാസി. യെസ്, എപ്പോഴും അന്യഭാഷ. വിശുദ്ധ സ്ഥലത്തെ കതിരവിളക്ക് ആ 7 ജ്വലനമായി നിന്ന് ജ്വലിക്കുന്നത് പോലെ നിന്റെ മനസ്സിൽ ആത്മാവിന്റെ ജ്വലനം, അകത്ത് അന്യഭാഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ എം വെരി ഷുവർ ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ഭാഷകളുടെ ഒരു ഉറവ. അതങ്ങളെ, എന്തിനാ ഈ ഭാഷ? എന്തിനാ ഈ ഭാഷ? മക്കളെ, ഭാഷ ഉണ്ടെങ്കിലേ പണി നടക്കത്തുള്ളൂ. നിന്നിൽ ഭയങ്കര പണി ഇന്ന് പകൽ ആരംഭിക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത, പ്രയോജനപ്പെട്ടിട്ടില്ലാത്ത ആ ലിസ്റ്റ് അങ്ങനെ തുടരുകട്ടെ. നിന്റെ അവസാന ശ്വാസം വരെ, അല്ലെങ്കിൽ കാഹളനാദം വരെ അതൊക്കെ തുടരട്ടെന്ന്. ഭാഷ ഉണ്ടെങ്കിലേ പണി നടക്കത്തുള്ളൂ. അത് പുതിയ നിയമം അല്ല പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ നിമ്രോദിന്റെ നേതൃത്വത്തിൽ ബാബേൽ സമഭൂമിയിൽ വലിയൊരു സമൂഹം ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഒരു ബാബേൽ ടവർ പണിയുകയാണ്. ബാബേൽ ടവർ ദൈവരാജ്യത്തിന്റെ ശത്രുവാണ്. ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കേണ്ടത് സകല നാമത്തിന് മേലായ നാമം പാസ്റ്റർ നാമമല്ല, ബ്രദറിന്റെ നാമമല്ല, സിസ്റ്ററിന്റെ നാമമല്ല, സകല നാമത്തിന് മേലായ നാമമായ നസറേന യേശുവിന്റെ നാമമാണ്. പ്രസ്ഥാനത്തിന്റെ ടീമിന്റെ നാമമല്ല, യേശുവിന്റെ നാമം. നല്ലവർ ബാബേൽ ടവർ ഉയർത്തി. ജോസീഫസ് പറയുന്നു, ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ റബലിയസായി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാണ് സ്തോത്രം നിമ്രോദ് ബാബേൽ ടവർ പണിതത്. അവിടെ ഭാഷ ഒന്നായതുകൊണ്ട് അവർക്കത് എളുപ്പം സാധിച്ചു. നിന്റെ വീട്ടിൽ ഭാഷ ഒന്നാണെങ്കിൽ വിചാരിക്കുന്നത് നടക്കും. പക്ഷെ ഭാഷ അവിയലാണെങ്കിൽ, സാമ്പാറാണെങ്കിൽ പൊളിയും. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് എതിരെ ഉയർന്നതായ ബാബേൽ ടവറിനെ ദൈവം നോക്കി. പകൽക്കാലം കേൾക്കണം, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നത് ഒരാത്മീയ യുദ്ധമാണ്. ദൈവത്തിനെതിരെ എന്തൊക്കെ ദൈവനാമം, യേശുവിന്റെ നാമം മഹത്വമെടുക്കാതെ എന്തൊക്കെ പണിതുയർത്തിയിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ പൊളിഞ്ഞു തന്നെയാകും, അത് തകർന്നു തന്നെയാകും. സ്വവേദ പുസ്തകം പറയുന്നു, അവിടെ ഭാഷ വന്നായപ്പോ കല്ലും കട്ടയും ഒക്കെ ആയിട്ടാ പണി നടന്നു. ഉൽപ്പത്തി 11 God confused their language. ദൈവം അവിടെ ഭാഷ ഗഡബടി, സ്തോത്രം താറുമാറാക്കി. ദൈവം അവിടെ ഭാഷയെ കലക്കി. അവിടെ ഭാഷ കലങ്ങിയപ്പോ ഒരുത്തന്റെ ഭാഷയിൽ കല്ല്, വേറൊരുത്തന്റെ ഭാഷയിൽ കട്ട, വേറൊരുത്തന്റെ ഭാഷയിൽ സിമന്റ്, വേറൊരുത്തന്റെ ഭാഷയിൽ സ്തോത്രം ചാന്ത്. ഒരുത്തൻ കല്ലെടുക്കാൻ പറഞ്ഞപ്പോ മറ്റവൻ സിമന്റ് എടുക്കുക, ഒരുത്തൻ സിമന്റ് ചോദിച്ചപ്പോ മറ്റൊരുത്തൻ പൂഴി മണലെടുക്കുക, വേറൊരുത്തൻ കട്ടയെടുക്കാൻ പറഞ്ഞപ്പോ വേറൊരുത്തൻ വെള്ളം എടുക്കുന്നേ. ഒരാൾ പറയുന്ന മറ്റൊരാൾ മനസ്സിലാക്കുന്നില്ല. വീട്ടിലെ കാര്യ പറഞ്ഞേ, കയ്യുയർത്തണ്ട, കേട്ടിരുന്നാ മതി. ഒരാൾ ഒന്ന് പറയുന്നു, മറ്റൊരാൾ വേറൊന്നും ചെയ്യുന്നു. ഒരാൾ ഒന്ന് പറയുന്നു, മറ്റൊരാളെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശുവിന്റെ നാമത്തിൽ every confusion, every spirit of confusion and disputation, get out in Jesus name. പഴയ നിയമത്തിൽ ഭാഷയെ കലക്കി ദൈവം പാണിയെ തകർത്തു. പഴയ നിയമത്തിൽ ഭാഷയെ കലക്കി ദൈവം പാണിയെ തകർത്തു. ഒരിക്കൽ കൂടെ, let there be confusion in the camp of the enemy. ശത്രുവിന്റെ പാളയത്തിൽ കൺഫ്യൂഷൻ വെളിപ്പെടട്ടെ. പഴയ നിയമത്തിൽ ഭാഷയെ കലക്കി ദൈവം പാണിയെ തകർത്തു. എന്നാൽ അതേ ദൈവം പുതിയ നിയമത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ 120 പേരെ വിളിച്ച്
മാളിക മുറിയിൽ ഇതാ കയറ്റിയിരുത്തി. സ്തോത്രം. 120 പേർ മാളിക മുറിയിൽ കയറിയിരുന്നു. വായി 120, 12 ഗോത്രങ്ങളുണ്ട്. ഇസ്രായേലിന് അല്ലെങ്കിൽ യഹൂദന് അവന്റെ ഒരു പ്രാർത്ഥനാ യോഗം ആരംഭിക്കണമെങ്കിൽ 10 പേര് വേണം. സോ ഓരോ ഗോത്രത്തിൽ നിന്ന് 10 അർത്ഥം 12, 10, 120. നമ്പർ 1. നമ്പർ 2, സ്തോത്രം, ശലോമോന്റെ ആലയത്തിൽ 120 പുരോഹിതന്മാർ ശോഫാർ ആട്ടിൻകൊമ്പ് ഊതുമ്പോഴാണ് ഷെക്കനാ ഗ്ലോറി വന്നിറങ്ങിയത്. ഭൂമിയിൽ അന്ന് ദൈവത്തിന്റെ മഹത്വത്തെ ഇറക്കാൻ 120 പേരുടെ ശ്വാസ ശബ്ദം ഷോഫാർ അഥവാ കാഹളനാദത്തിലൂടെ പുറത്തു വരണമെങ്കിൽ 120 കോറം തികയണമായിരുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ. അവർ 10 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു, on the day of the Pentecost fully has come. പെന്തക്കോസ്ത് നാള് സ്തോത്രം അതെ വന്നപ്പോൾ ഇതാ കോടിയ കാറ്റടിക്കുന്ന ശബ്ദം അവർ കേട്ടു. അവർ ഇരുന്നിരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു. അവർ എല്ലാവരും മുഴുവൻ നിറച്ചു. അവർ എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എല്ലാവരും. ഒരിക്കൽ കൂടെ എല്ലാവരും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഇരിക്കുന്ന എല്ലാവരും. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു നിർത്തി എന്നല്ല പുസ്തകം പറയുന്നത്. അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹേ ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് ബ്രദേഴ്സ്, വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ഞാൻ പറയട്ടെ, അന്നവർ സംസാരിച്ചു തുടങ്ങി. അന്നവർ സംസാരിച്ചു തുടങ്ങി. അന്നവർ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2:4. അന്നവർ സംസാരിച്ചു തുടങ്ങി. ഈവൻ ടുഡേ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ദ സെയിം. അന്നവർ സംസാരിച്ചു തുടങ്ങി. ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. 2 കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അതൊരു ഭാഷയാണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, അതൊരു ഭാഷയാണ്. മൊത്തോയി പറഞ്ഞ അതൊരു ഭാഷയാണ്. അന്യഭാഷ നിങ്ങൾക്ക് ദൈവം തരുന്നെങ്കിൽ അതൊരു ഭാഷയാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 2-ാം അധ്യായത്തിൽ അവിടെ സംഭവിച്ചത്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സംഭവിച്ചത് വിവിധ ഭാഷക്കാർ അവിടെ ഒരുമിച്ച് ഓടിക്കൂടി. ഹല്ലേലൂയ. ഇതൊക്കെ ഇന്ന് പകൽ സംഭവിക്കും. കാരണം ഇവിടെ വെട്ടുന്നത് വേറെ ചിലയിടത്ത് കൊല്ലുന്നുണ്ട്. കട്ടലക്കാരൻ മേലെ കുറുമ്പടി മേലെ കുഞ്ഞാടിന്റെ രക്തം, കട്ടടക്കാരൻ മേലെ കുറുമ്പടി മേലെ യേശുവിന്റെ രക്തം, കട്ടടക്കാരൻ മേലും കട്ടടക്കാലിൻ മേലും കുറുമ്പടി മേലെ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന ദൈവസഭ പൈശാചിക മണ്ഡലങ്ങളെ മേൽ ഇന്ന് പകൽക്കാലം ജയമെടുക്കുകയാണ്. പല ഭാഷക്കാർ, യഹൂദന്മാർ ഉൾപ്പെടെയുള്ളവർ, ഏഷ്യയുടെ വിവിധ സ്ഥലങ്ങളിലുള്ളവർ, പല ഭാഷക്കാർ അവിടേക്ക് ഓടിക്കൂടി. ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള കാര്യം, ഓടിക്കൂടിയവർക്ക് അവൻ്റെ ഭാഷയിൽ അത് മനസ്സിലായി. സ്തോത്രം. എന്ന് പകൽ ഗ്രീസിൽ നിന്ന് കുറച്ച് പേര് വന്നാൽ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഗ്രീക്ക് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. കെനിയയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ, ഇന്ന് പകൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർ സ്വഹീലി പറഞ്ഞാൽ അതൊരത്ഭുതമാണ്. ജദ്ദയിൽ നിന്നോ റിയാദിൽ നിന്നോ ഏതെങ്കിലും അറബി വന്നാൽ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ശുദ്ധ അറബി പറഞ്ഞാൽ അവർക്കല്ല അത്ഭുതമാണ്. എക്സാക്ട്ലി സഭ ആരംഭിച്ചത് ഭാഷകളുടെ അത്ഭുതത്തോടെയാണ്. സഭ ആരംഭിച്ചത് ലോക്കൽ ചർച്ച്, ജെറുസലേം ലോക്കൽ ചർച്ച് എന്ന് പറഞ്ഞല്ല സഭ ആരംഭിച്ചത്. ഒരിക്കൽ കൂടെ, ജെറുസലേം ലോക്കൽ സഭ എന്ന് പറഞ്ഞല്ല കർത്താവ് ആരംഭിച്ചത്. സഭ തുടങ്ങിയത് ഇന്റർനാഷണൽ ആയിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാഭിഷേകമുള്ളവൻ തിരിച്ചറിയണം,
ദൈവം നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം പഞ്ചായത്തിന്റെ അഭിഷേകമല്ല, ഇന്റർനാഷണൽ ആണ്. അതിരുകൾ വിശാലമാകട്ടെ, വാതിലുകൾ തുറക്കട്ടെ. അതിരുകൾ വിശാലമാകട്ടെ, വാതിലുകൾ തുറക്കട്ടെ. അയ്യോ, അതിന് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലോ, ഉപയോഗിക്കുന്ന മലയാളം ബൈബിളാണല്ലോ. ആരോടോ പറഞ്ഞ സ്കൂളിൽ പോയാലേ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയാലേ ദൈവത്തിന് നിന്നെ മാനിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവം നിന്നെ മാനിക്കുകയാണ്. യേശുവിന്റെ രക്തം ചെയ്യാൻ പ്രാർത്ഥിച്ചിരിക്കണം. ദൂതന്മാർ ഇറങ്ങി നടക്കുക. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലാണ് ദൂതമണ്ഡലം റിലീസാകുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്നതുപോലെ സഭ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഏഞ്ചലിക് റിലം ആത്മമണ്ഡലത്തിൽ ദൂതന്മാരുടെ മണ്ഡലം ഇന്ന് പകൽക്കാലം മറുപടിയായി വിടുതലായി റിലീസ് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. കമോൺ, ശക്തിയോടെ.